വിളിച്ച് ഒന്നും ബാക്കി വെക്കാതെ ഏതെങ്കിലും രാജ്യത്ത് പോയി ആരും അറിയാതെ ജയിക്കണമെന്ന പ്ലാൻ അതൊരു സമയം തന്റെ അച്ഛനെ പഴയ പരിചയക്കാരെന്ന് എനിക്ക് എനിക്കത് ഭയങ്കര അഭിമാനമുള്ളൂ. അച്ഛന്റെ വെറും പരിചയക്കാരെ മാത്രമല്ല അങ്ങനെ വേണ്ടിയില്ലായിരുന്നു എന്റെ ജീവിതം അങ്ങോട്ടൊക്കെ പോകുന്നത് എനിക്ക് പോലും അറിയില്ല. കാപ്പി മാത്രം പോലെ 3 മണി ആന്റിന്റെ മോശവും ആവശ്യമേ 2-3 ദിവസം കഴിഞ്ഞോട് താമസിച്ചിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ പക്ഷെ ഇവിടെ വന്നപ്പോഴാ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ഞങ്ങൾ രണ്ടാളും നോക്കിയിരിക്കുക. മക്കളില്ലാത്തതിന്റെ വിഷമം തീരാൻ എന്നെ ദത്തെടുക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് സന്തോഷം അതൊക്കെ പിന്നെ എന്റെ ജീവിതം വലിയൊന്നും സെറ്റിയായി ഞങ്ങളൊരു കുട്ടിയെ നോക്കിയാലോ കല്യാണം കഴിക്കട്ടെ. അതിന് സമയമായിട്ടില്ല. പിന്നെന്താ പരിപാടി തീരുമാനിച്ചില്ല. ചോദിച്ചു വാങ്ങിച്ചതൊക്കെ ഇട്ടായിരുന്നു. ബാംഗ്ലൂരിലോ ചെന്നൈയിലോ ജോയിൻ ചെയ്യാം. കമ്പനി ഓപ്ഷൻ ഒന്നുമില്ല. എന്തായാലും കുറച്ച് സാധ്യതയില്ല. കുറെ യാത്രകളുണ്ട്. ചില ആൾക്കാരൊക്കെ കാണണം. എത്ര പെരുവികൾ സാറിനെ കരുതിക്കാത്ത കാശുകളെ കൊണ്ടുപോയി മാനേജറെല്ലാം പറഞ്ഞത് മോളെ എടുത്താൽ പറഞ്ഞില്ല ഇവിടെ അറിയപ്പെടാനാണ് ലോകം എന്നാ വേണമെന്ന് കൊടുക്കാം. ഇല്ലൊക്കെ ഈ കാലം തെറ്റി എന്ത് വലിയ തെറ്റിയ നീയാ സാറിനൊന്ന് പരിചയപ്പെടാമെന്ന് ഇതെങ്ങനെയാണോ സാർ വീട്? നല്ല സമ്മതിക്കണോ? ഞാൻ എത്ര ശ്രമിച്ചാലും സമ്മതിക്കില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും വിരത്തെ എനിക്കായിരിക്കും കൊടുക്കും. ഞാൻ എനിക്ക് എങ്ങനെ വീട്ടില് മാത്രമല്ലോ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ്. എന്താ അതൊരു കുഴപ്പമില്ലല്ലോ. അല്ല വൈഫ് അവിടെ പോയി 2 കൊച്ചുകളുണ്ടായിരുന്നു. അവരെയും പോയി 2 കൊല്ലം മുമ്പാ ഒരു രാത്രിയിൽ ഓഫീസർ ലഭ്യം അന്നോട് പറഞ്ഞു 2 പേർക്ക് കൂടുതൽ കാർ ഓടിച്ചോളാം. സമ്മതിച്ചില്ലേ? എത്ര എണ്ണം ചെന്നാലും തീരങ്ങിലി കൈ ശരിയായിരിക്കുന്നത് ആൾക്കാരാണ്. ഡിസംബറിൽ വെച്ചു ജോലിക്കറിയില്ല കാശിനകത്ത് ഒറ്റയ്ക്ക് 3 വരെയൊക്കെ പോയി. പിന്നെ വെള്ളോട് നിർത്താൻ ഓരോരുത്തരുടെ ഉദ്ദേശം അങ്ങനെ ആരെങ്കിലും കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല. അതുകൊണ്ട് ഡ്യൂട്ടി ടൈമിൽ വെള്ളമടിച്ച് സുപ്പീരിയേഴ്സിനെ പൊതുവെ പറയുന്ന ഇറസ്പോൺസിബിളായി ഈ മാറ്റർ ഒടുവിൽ കോർട്ടുമാർക്ക് 3 വർഷത്തെ പണിഷ്മെന്റ് ഹാപ്പി അതൊന്നും അദ്ദേഹം ആഘോഷിക്കുക. എന്ത് ദൈവമേ ദൈവത്തിന്റെ അവരെത്ര അതുകൊണ്ട് ഇയാളെന്താ എന്ത് വലിയ തെറ്റിയത്? എന്തിനോ എന്റെ ഉള്ളിൽ പോകുന്നത് എല്ലാത്തിനും സാറിന്റെ ദൈവത്തെ രക്ഷിച്ചില്ല. അതിന് നന്ദി പറയാം.
വരേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോഴേക്കും സമയമില്ല. സാറിനെ കണ്ടുപിടിക്കും കുറച്ച് ബുദ്ധിമുട്ടി. ആമിയപ്പുറത്ത് അന്നത്തെ മേജർ ജോസഫിനെ അറിയുന്ന ആരും ഇപ്പോഴില്ല. എന്ന് നോക്കി കഴിയും സാറിന്. അന്ന് എനിക്ക് 7 വയസ്സേ ഉള്ളൂ. അന്നത്തെ സാറിന്റെ മുഖം എന്റെ ഓർമ്മയിൽ കൃത്യമായിട്ട് വരുന്നില്ല. പക്ഷെ എന്നെ ചേർത്ത് വെച്ച് മുഖത്തെ മുറിയിലും നല്ലപോലെ ആശ്വസിച്ച ഈ കൈകൾ ഞാൻ മറന്നില്ല. ഒരിക്കൽ കാശ്മീരിൽ ടെററിസ്റ്റുകൾ ബുദ്ധികളാക്കിയപ്പോൾ പാവങ്ങളെ രക്ഷിച്ച സാറുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സാറിന്റെ ഓർമ്മയിൽ ഇപ്പോഴും തോന്നിയിട്ടില്ല. അതെ സാർ, അതെ. അന്ന് സാറിനോടൊപ്പം മറ്റൊരു മലയാളി ഓഫീസർ ഉണ്ടായിരുന്നു ഇല്ലേ? ഞങ്ങളുടെ കമാൻഡർ ചീഫായിരുന്നു. കേരളം കഴിയുമെന്നാണ് പറഞ്ഞത്. ഇപ്പോ റിട്ടയേർഡ് ജനറൽ ഹരീന്ദ്രനാഥ് വർമ്മ. റിട്ടയേർഡ് ജനറൽ ഹരീന്ദ്രവർമ്മ ഇത് നേരെ പോയാൽ മതി. നടക്കണമെങ്കിൽ 5 കിലോമീറ്റർ പോകണം. അതൊരു ട്രാക്കാണ് ഇവിടെ. ആരാ അസലി പേരെല്ലാം ചോദിച്ചത്? ആരാ എന്താണെന്ന് അറിയാണ്ട് അങ്ങോട്ട് കൂട്ടിച്ചെന്ന എന്റെ പണി നിർത്തി. കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് പത്രത്തിൽ. ഈ മുമ്പിലേക്ക് എപ്പോഴും കളിക്കുക എന്താ പറിച്ചുകൊണ്ടു വന്നതാ? അല്ല, സീറ്റിൽ എപ്പോഴാണ് ചോദിച്ചത്? എന്നോട് ചോദ്യം ചോദിക്കാൻ ഇയാളാരാ? മാഷ കോട്ടയം ഗവൺമെന്റാ. സാറ് അറിയാമെന്ന് ചോദിച്ചതല്ലേ? ഇല്ലാത്ത എഴുതുന്നവരായി പത്രക്കാരൻ. എനിക്ക് തീരെ ഇഷ്ടമല്ല ഇരിക്കണം. അല്പം കൂടെ മയത്തിൽ സംസാരിച്ചത് ഇവനൊക്കെ ശരിയല്ല. ഇവരെ ഇറക്കി വിടുക. സാറിന് എന്താ പറയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാനുള്ളപ്പോ നീ പറയണ്ട. ചോദിക്കേ. ഈ ഭൂമിയെ കുറിച്ച് എങ്ങനെ ചോദിക്കും? ഒന്ന് തിരിച്ചു വരും. അപ്പൊ തിരിക്കാൻ അറിയാമോ? ഇനി ഞാൻ ചോദിക്കും. റിട്ടയർഡ് ആയ ശേഷം നമുക്ക് എവിടെയാണോ പാലക്കാട് വീടുണ്ട്? എന്നോടാ ചോദിച്ചത്. ഞാൻ പറഞ്ഞോളാം. പറഞ്ഞു. സാറും ഭാര്യയും അമ്മയും ഇവിടെ തന്നെ താമസം. പിന്നെ ഒരു മോളുണ്ട്. അത് ബാംഗ്ലൂരിൽ സാറിന്റെ അനിയത്തിയുടെ വീട്ടിൽ ഇരുന്നാ പഠിക്കും. ഇനി എന്താ അറിയണ്ടേ? ഇനി ഞാൻ സാറോട് എങ്ങനെ ഈ നേരം വരെ എന്നോട് ചോദിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സാറിനോട് ചോദിച്ചു പോകണം. എനിക്ക് ലോൺ തന്നു. അങ്ങനെ വയ്ക്കുവാ. വണ്ടി നിർത്തണ്ട. ഈ ആളുകൾ തന്നെ ഇരുന്നോ. ഈ ഫാമും സാറ് താമസിക്കുന്ന ബംഗ്ലാവും പണ്ടൊരു സായിപ്പിന്റെ ഫിലിപ്പ് ഹെൻറി സായിപ്പ് 50 വർഷങ്ങൾക്ക് മുമ്പ് അതും സായിപ്പ് പണിത് തന്നെയാണ്. അവരതിന് വൈനറിയിൽ പറയും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സായിപ്പിന് കുടിക്കാനുള്ള ആ സായിപ്പിന്റെ കാലത്ത് പണിക്ക് വന്നതായി എന്നെ അപ്പൻ്റെ ഒപ്പം ഞാനും. പിന്നെ സായിപ്പിന്റെ അതിന് വർമ്മസാറിന് എന്നെ വാങ്ങിക്കുന്നത്. ഞാൻ പറയുന്നതിന്റെ ഇടയിൽ കയറി പറയരുത്. ഇനിയൊന്നും പറയണമെന്നില്ല. എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പത്രക്കാരെ വിശ്വസിക്കാൻ പഠിക്കാൻ. നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇതാണ് സാറിന്റെ കാര്യം. മാനസിക സംഭ്രാന്തി. അയ്യോ, സംഭ്രാന്തിയുടെ അച്ഛന്റെ പേര് ഞാൻ മറന്നു.